ജൂൺ 6 ഡൽഹി ജന്തർ മന്ദിറിൽ നടക്കുന്ന വൻ പ്രതിഷേധത്തിന് മുന്നോടിയായി കോക്രോച്ച് ജനതാ പാർട്ടി തങ്ങളുടെ പുതിയ ദേശീയ വക്താക്കളെ പ്രഖ്യാപിച്ചു. രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്തെ തകർച്ചയ്ക്കും നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കുമെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ 3 വക്താക്കളെ പ്രഖ്യാപിച്ചു. മുഖ്യ വക്താവായി അന്വേഷണാത്മക മാധ്യമപ്രവർത്തകൻ സൗരവ് ദാസിനെ നിയമിച്ചു. രാഷ്ട്രീയ ഗവേഷകനും ചലച്ചിത്ര പ്രവർത്തകനുമായ വിജേത ദഹിയ, മുൻ മാനേജ്മെന്റ് കൺസൾട്ടന്റ് അശുതോഷ് രംഗ എന്നിവരെ സംഘടനയുടെ ഔദ്യോഗിക പ്രതിനിധികളായി തീരുമാനിച്ചതായും CJP അറിയിച്ചു. പ്രസ്ഥാനത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കുക, മാധ്യമങ്ങളുമായി സംവദിക്കുക, പൊതുജനങ്ങളുമായി ആശയവിനിമയം എന്നിവ 3-അംഗ സംഘത്തിന്റെ ഉത്തരവാദിത്തമെന്ന് CJP പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. പൊതുജീവിതത്തിലേക്ക് പുതുതലമുറയെ കൊണ്ടുവരുന്നതിനും രാജ്യത്തെ യുവാക്കളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ രാഷ്ട്രീയ അഭിപ്രായം വ്യക്തമാക്കാനും വേണ്ടിയാണ് ഇവരെ നിയമിച്ചതെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. 2020 സൗരവ് ദാസ് മാധ്യമപ്രവർത്തകനായി ജോലിയിൽ പ്രവേശിക്കുന്നത്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രശ്നങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു സൗരവിന്റെ മാധ്യമപ്രവർത്തനം. രാജസ്ഥാനിലെ ജയ്പൂർ സ്വദേശിയാണ് അശുതോഷ് രംഗ. IIT കാൺപൂരിൽ നിന്ന് മെറ്റീരിയൽ സയൻസിൽ BTech കരസ്ഥമാക്കിയ അശുതോഷ് ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്നും പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്. നിലവിൽ മുഴുവൻ സമയവും രാഷ്ട്രീയത്തിൽ സജീവമാകാനാണ് അശുതോഷ് രംഗയുടെ തീരുമാനം. സമൂഹമാധ്യമ പേജിലൂടെ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഉൾപ്പെടെ അഭിപ്രായം പറഞ്ഞ ശ്രദ്ധേയനായ വ്യക്തിയാണ് വിജേത ദഹിയ. പവർ ഓഫ് യൂണിവേഴ്സ്, ടു ഹെൽപ്പ് വിത്ത് ദാറ്റ് ജോബ് എന്നിങ്ങനെ 2 പുസ്തകങ്ങളും വിജേത ദഹിയ രചിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ 2 സിനിമകൾക്ക് കഥ എഴുതുകയും സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പരീക്ഷകൾ, ഭരണം, പൊതു ഉത്തരവാദിത്തം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ സജീവമാകാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് 3 വക്താക്കളെ കൂടെ CJP നിയമിച്ചത്. ന്യൂസ് ഡെസ്ക് സി ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.